വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് പതിവിലും ഒത്തിരി വ്യത്യാസമായിട്ട് ഉള്ളൊരു വ്ലോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തമിഴിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ കിച്ചണിലും വീട്ടിലും ഒക്കെ ഒരുപാട് സാധനങ്ങൾ ഫ്ലിപ്കാർട്ട് വഴി, ആമസോൺ വഴിയും, അതായത് ഓൺലൈൻ വഴി വാങ്ങാറുണ്ടല്ലോ. അപ്പോൾ അതിൽ നല്ല സാധനങ്ങൾ വരും, എന്നാൽ നമുക്ക് ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആക്കുന്ന കുറച്ച് സാധനങ്ങളും വരാറുണ്ട്. നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി ഓർഡർ ചെയ്യും, വരുമ്പോൾ നമുക്ക് ഒട്ടും ക്വാളിറ്റി ആയാലും ക്വാണ്ടിറ്റി ആയാലും മൊത്തത്തിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് സാധനങ്ങളും വരാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ച കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയ 5 കിച്ചണിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അതും 300 രൂപയിൽ താഴെയിൽ. തമിഴിൽ പറഞ്ഞ പോലെ തന്നെ 300 രൂപയിൽ താഴെയുള്ള 5 പ്രോഡക്റ്റ്സ് ആണ് ഞാൻ ഇന്നത്തെ വ്ലോഗിൽ കാണിക്കാൻ പോകുന്നത്. ഒരിക്കലും ഇത് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എന്നെ സാറ്റിസ്ഫൈഡ് ആക്കി എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞാൽ ഇത് പ്രൊമോഷനോ കാര്യമൊന്നും അല്ല. അപ്പോൾ ഞാൻ ലിങ്കോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഈ വീഡിയോയുടെ താഴെ ഇടുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഷോർട്സ് ആക്കി ഓരോന്നിൻ്റെ ലിങ്ക് അതിൻ്റെ താഴേക്ക് ഇട്ട് തരാം. അപ്പോൾ അഫോർഡബിൾ ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന വളരെ ഉപയോഗപ്പെടുന്ന ആദ്യത്തെ പ്രോഡക്റ്റ് ആയിട്ട് ഞാൻ കാണിക്കുന്നത് അടപ്പ് പ്ലേറ്റുകളാണ്, അല്ലെങ്കിൽ അടപ്പ് പാത്രങ്ങൾ. ഇത് തീർച്ചയായിട്ടും നമുക്ക് കിച്ചണിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ 5 എണ്ണമാണ് ഇപ്പോൾ ഒരു സെറ്റായിട്ട് ഇത് കിട്ടുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, നല്ല അസൽ സ്റ്റീലാട്ടോ, നല്ല ക്വാളിറ്റി, ഒരുവിധം നല്ല വെയിറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ 5 എണ്ണമാണ്, ചെറുത് മുതൽ വലുത് വരെ. ഏറ്റവും ചെറുത് ഈ വലിപ്പത്തിൽ വരും. അതിന് തൊട്ട് പുറകിലുള്ളതാണ് അതിൻ്റെ ബാക്കിലിരിക്കുന്നത് ഇത്. അതിനുശേഷം അതിന് താഴെ ഉള്ളതുണ്ട്. അതായത് നമുക്കൊരു ഗ്ലാസ് മുതൽ ഒരുവിധം വലിയൊരു പാലൊക്കെ ഒഴിച്ചു വെക്കുന്ന നമ്മുടെ ചരുവവും കാച്ചുന്ന അതൊക്കെ ഉണ്ടല്ലോ, അത് അടച്ചു വെക്കാൻ പറ്റുന്ന ആ രീതിയിലുള്ള 5 സ്റ്റെയിൻലെസ് സ്റ്റീൽ അടപ്പുകളാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുവിധം നല്ല വെയിറ്റും കാര്യങ്ങളും നല്ല ക്വാളിറ്റിയുമാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ലിഡ് സെറ്റ് എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ഫ്ലിപ്കാർട്ടിൽ 299 രൂപയാണ് 5 എണ്ണം വരുന്ന ഈ ഒരു സെറ്റ് അടപ്പ് പാത്രത്തിന്. അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ബ്ലോഗുകളിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുള്ള നമ്മുടെ സ്റ്റീമറാണ്. കൊഴുക്കട്ടയോ വെജിറ്റബിൾസോ ഏത്തപ്പഴോ ഒക്കെ ഉണ്ടെങ്കിൽ പുഴുങ്ങാനോ ഇതെല്ലാം സ്റ്റീം ചെയ്തെടുക്കാൻ ബെസ്റ്റാണ്. മാത്രമല്ല പച്ചക്കറിയൊക്കെ ഇട്ട് നമ്മൾ പച്ചമുളക് അത് ഇതൊക്കെ നമുക്ക് കഴുകണമെങ്കിൽ ഇതിനകത്തിട്ട് കഴുകിയിട്ട് ഊറ്റി വെക്കാനും ഒക്കെ പറ്റുന്ന ഒരു അടിപൊളി, എന്താ പറയുക, ഇത് നമുക്ക് സ്റ്റീമർ മാത്രമായിട്ടല്ല, ചിപ്പിലിന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും, അങ്ങനെയുള്ള ഒരു സംഭവം. അരിപ്പ പോലെ അങ്ങനെയും ഉപയോഗിക്കാൻ പറ്റും. സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട്. നടുക്കൊരു സംഭവം നമുക്ക് പിടിച്ച് ഈ സ്റ്റീം ചെയ്തിട്ട് എടുക്കാനുള്ളതുണ്ട്. ഇങ്ങനെ തുറന്നു വരും. കാണുമ്പോൾ കുഞ്ഞനായിട്ട് തോന്നുമെങ്കിലും ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ തുറന്ന് വലുതായി ഒരു പൂ വിരിയുന്ന പോലെ ഇരിക്കുന്ന കണ്ടില്ലേ. ഈ സ്റ്റാൻഡൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യണം. ഇത് വരുമ്പോൾ ക്ലിപ്സും ബട്ടൺസും കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അത് ജസ്റ്റ് നമുക്കൊന്ന് ഫിക്സ് ചെയ്തെടുത്താൽ മതി. എളുപ്പമാണ്, പറയുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി വെച്ചാൽ സംഭവം റെഡിയാവും. കേടാവത്തില്ല, ഇത് കുറേ നാളിരിക്കും. ഇത് അടിപൊളി സംഭവമാണ്, എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടതാണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഏത് പാത്രമാണോ അതിനനുസരിച്ച് നമുക്ക് ഷേപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. ചെറുതായിട്ട് ഇങ്ങനെയും വെക്കാം, കണ്ടോ, ഇച്ചിരി വലുതാക്കാം. വീണ്ടും നമുക്കിത് ഇങ്ങനെ തുറന്ന് വേണമെങ്കിൽ അങ്ങനെ ഇഡലി പാത്രത്തിനകത്തോ കുഞ്ഞു ചരുവങ്ങളിലോ പാനിലോ എവിടെ വേണമെങ്കിലും വെക്കാം. 177 രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. പ്യോർ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. വെജ് സ്റ്റീമർ സ്റ്റെയിൻലെസ് സ്റ്റീലിന് സെർച്ച് ചെയ്ത് നോക്കാം. അടുത്ത ഐറ്റം ഗ്ലാസ് ബൗളാണ്. ഓവൽ ഷേപ്പിലുള്ളതാണ്. ബോറോസിൽ ഓവൽ ബൗളാണ്. അങ്ങനെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. 279 രൂപയാണ്. നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യാം. മെയിൻ ആയിട്ട് ഇതിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് മൈക്രോവേവിലും കൺവെക്ഷനിലും, മൈക്രോവേവിന്റെ ഏത് മോഡിലും വെക്കാൻ പറ്റും കേട്ടോ. അതായത് മൈക്രോവേവിന്റെ റീഹീറ്റ് ഓപ്ഷൻ ഉണ്ടല്ലോ, കൺവെക്ഷൻ, ഇലക്ട്രിക്, ഗ്രിൽ മോഡ്, ഏത് മോഡിലും വെക്കാം. മൈക്രോവേവ് അവനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു ബോറോസിലാണ് ഏത് മോഡിലും സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു യൂട്ടൻസിൽ എന്ന്. അടുത്തത് നമ്മുടെ കപ്പ് കേക്ക് മോൾസ് ആണ്. അത് 6 എണ്ണം വരുന്ന ഒരു സെറ്റാണ്. അലൂമിനിയം ആണ്. കാരണം നമ്മുടെ കൺവെക്ഷൻ ഇലക്ട്രിക് മോഡിൽ അലൂമിനിയം ആണ് സേഫ്. സ്റ്റീലൊക്കെ വെച്ചാൽ പൊട്ടിത്തെറിക്കും, പ്ലാസ്റ്റിക് ഒന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അലൂമിനിയം ആണ് ബെസ്റ്റ് ഓപ്ഷൻ. ഇത് നല്ല വേർതി ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ. ഇത് ഗ്യാസിലും നമുക്ക് സ്റ്റീം ഒക്കെ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഒഴിച്ചു വെക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അലുമിനിയം ആണല്ലോ, നല്ല ക്വാളിറ്റി അലുമിനിയം ആണ്. ഞാൻ 2-3 പ്രാവശ്യം കേക്ക് ഉണ്ടാക്കി, ഇതുവരെ വേറെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. ചില അലുമിനിയം ഇങ്ങനെ ഇളകി വരുന്ന, അതായത് ഇങ്ങനെ നാരുപോലൊക്കെ വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതൊന്നും ഇതില്ല. നല്ല ക്വാളിറ്റി അലുമിനിയം തന്നെയാണ്. നല്ല കപ്പ് കേക്ക് മോൾസ് ആണ്. ചെറുതായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് വെച്ചു കൊടുത്താൽ മതി. ഇളകിയൊക്കെ വരുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല, പെട്ടെന്ന് തന്നെ വിട്ടുവരും. നമ്മുടെ കപ്പി കേക്ക്സ് അല്ലെങ്കിൽ മഫിൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന മോൾഡ് ആയതുകൊണ്ട് തന്നെ മഫിൻ മോൾഡ് എന്ന് വേണം നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കാൻ. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. 128 രൂപയാണ്. ചീപ്പായിട്ട് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആയത് കേട്ടോ.
ഈ കാണിച്ച 4 പ്രോഡക്ട്സ് ഞാൻ 1 ഇയറിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ്. ഇനി അടുത്ത ഒരു പ്രോഡക്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് കാസറോൾ ആണ്. അത് റീസെന്റ് വാങ്ങിച്ചതാണ്. അത് ഞാൻ കാണിക്കാൻ കാരണമെന്ന് വെച്ചാൽ നമ്മുടെ മിൽട്ടൺ എന്ന് പറയുന്ന കമ്പനിയുടെ ആണ്. അവരുടെ പാക്കിംഗ് ആണ് അത്ര സേഫ് ആയിട്ടാണെന്ന് അറിയാം അവർ പാക്ക് ചെയ്ത് അയച്ചേക്കുന്നത്. തീർച്ചയായിട്ടും മിൽട്ടൺ നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് നമുക്ക് എല്ലാം അറിയാം. അപ്പം ഞാനൊരു ചെറിയ കാസറോളാണ് വാങ്ങിച്ചത്. നമ്മുടെ ലഞ്ച് ബോക്സ്, കുറച്ച് ലഞ്ചൊക്കെ ചൂടോടുകൂടി ഇരിക്കണമെങ്കിൽ കൊടുത്തു വിടാൻ പറ്റുന്ന വിന്റേഴ്സിനും അല്ലാതെയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ എന്തെങ്കിലും ചൂടോടെ വെക്കണമെങ്കിലും ഈ രീതിയിലുള്ള ഒരു കാസറോളാണ്. 200 രൂപയാണ്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഞാൻ വാങ്ങിയത്. മിൽട്ടൻ്റെ എല്ലാവർക്കും അറിയാം ഒരുവിധം നല്ല ക്വാളിറ്റി സംഭവം തന്നെയാണ്. അപ്പം ഞാൻ റീസെൻ്റ്ലി വാങ്ങിച്ചതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെ അത് കാണിക്കണമെന്ന് വെച്ചു. അതിൻ്റെ പാക്കിംഗ് ആയിരുന്നു മെയിനായിട്ട്. ഇതിൻ്റെ തന്നെ ഒരുപാട് പ്രോഡക്റ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എനിക്കത് കണ്ടിഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ആ 5 പ്രോഡക്ട്സ് 300 രൂപ താഴെ ഉള്ളത്. അപ്പോൾ ഇതൊരിക്കലും ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ആമസോണിൻ്റെയോ ഫ്ലിപ്കാർട്ടിൻ്റെയോ അല്ലെങ്കിൽ ഓൺലൈൻ പ്രൊമോഷൻസോ കാര്യമൊന്നുമല്ല. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് സത്യസന്ധമായിട്ട് ജെന്യൂനായിട്ട് തോന്നിയ കാര്യങ്ങൾ 5 പ്രോഡക്ട്സ് ആണ് ഞാനിപ്പോൾ കാണിച്ചത്. പ്രത്യേകിച്ച് ഈ കപ്പ് കേക്ക് അതൊക്കെ ഉണ്ടാക്കുന്ന ഒത്തിരി എനിക്ക് ഉപയോഗപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ബേക്കിംഗ് ഇഷ്ടമുള്ളവർക്കും ശരിക്കും മൈക്രോവേവിൽ തന്നെ വെക്കണമെന്നില്ല, ഗ്യാസിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു മോൾഡാണ് ഞാനിപ്പോൾ കാണിച്ചത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒന്നും ഇപ്പം ഞാൻ ഈ വീഡിയോയുടെ താഴെ ഇടുന്നില്ല. ഇത് ഞാൻ ഓരോരോ പ്രോഡക്റ്റ്സ് ആയിട്ട് നമ്മുടെ ഷോർട്സ് വീഡിയോയുടെ താഴോട്ട് ലിങ്ക് ഇട്ടേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കാം. കാരണം ഈ ലിങ്കിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താ വെച്ചാൽ ഈ സെല്ലർ വഴി നമ്മുടെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഡിഫറൻസ് വരും. ഞാനിപ്പം ഈ പറഞ്ഞ പ്രോഡക്റ്റ്സ് എല്ലാം നിങ്ങൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ അടിച്ച് നോക്കുവാണെങ്കിൽ ഒരേ ഫോട്ടോയിൽ കുറേ പ്രോഡക്ട്സ് വരും. അപ്പോൾ ഈ സംഭവം തന്നെ ആയിരിക്കണമെന്നില്ല. ഇപ്പം ഞാൻ വന്ന ആ സംഭവം തന്നെ ആയിരിക്കത്തില്ല ആ സെല്ലറിൻ്റെ വരുന്നത്. ചിലപ്പോൾ ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ മോശമാകാം, കുറച്ചും കൂടെ നല്ലതാകാം. അത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത് നമ്മുടെ ലക്കാണ്. അപ്പോഴാണ് ഈ ലിങ്കിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ ഈ ലിങ്ക് നമ്മൾ അയച്ചു തരുവാണെങ്കിൽ, ഞാൻ വാങ്ങിച്ച സെല്ലർ തന്നെയാണെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് അല്ലെങ്കിൽ അത് അവിടെ കാണും. കുറച്ച് പൈസ ചിലപ്പോൾ കുറഞ്ഞു കാണും, ചിലപ്പം കൂടി കാണും. ഒരുപാടൊന്നും വ്യത്യാസമൊന്നും വരത്തില്ല കേട്ടോ. ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിലൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ സംഭവത്തിൻ്റെ ക്വാളിറ്റി ആ സെല്ലറിനെ നമുക്ക് വിശ്വസിക്കാം. ബെസ്റ്റ് സെല്ലേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാണും, അത് നമുക്ക് കൂടുതലും വിശ്വസിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കൂടുതലും ബെസ്റ്റ് സെല്ലേഴ്സും റിവ്യൂസും ഒക്കെ നോക്കിയിട്ടാണ് ഓർഡർ ചെയ്യുന്നത്. എന്നിട്ടും എനിക്ക് കുറേ അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അതുകൊണ്ടാണ് ഈ ലിങ്കിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ വരുന്നത്. ആ സെല്ലറിനെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോഡക്റ്റ് നല്ലൊരു ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിൽ കിട്ടും. അതാണ് നമ്മൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വേറൊരാൾ ആ ലിങ്ക് അയച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ക്ലിക്ക് ചെയ്ത് വാങ്ങിയാൽ അത് അത്രയും ആ ഒരു പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് കിട്ടാം. അപ്പോൾ ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഷോർട്സ് വഴി അപ്ലോഡ് ചെയ്യുന്ന ലിങ്ക് കയറി നോക്കുക. അവൈലബിൾ ആണെങ്കിൽ വാങ്ങാം. ബേക്ക് ചെയ്യുന്നവർക്കും എല്ലാം ഉപയോഗം. ഞാനിങ്ങനെ കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ തീർച്ചയായിട്ടും ഇങ്ങനെ ഇട്ട് തരാം കേട്ടോ. ഞാൻ വാങ്ങിച്ചിട്ട് ഒത്തിരി പേര് കാണുമല്ലോ ആവശ്യം ഉണ്ടായിട്ട്. നമുക്കറിയാം, എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യം ഇങ്ങനെ സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്ത് കണ്ടുപിടിക്കാനും കാര്യങ്ങളും. എല്ലാവരും ഇപ്പോൾ ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. കാരണം സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്ത് ചിലർ നല്ല സ്മാർട്ടായിട്ട് ചെയ്യാൻ പറ്റും, ചിലർക്ക് അത് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു ഹെൽപ്പ് ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ എന്തായാലും ലിങ്ക് ഇടാമെന്ന് നമ്മുടെ ഷോർട്സ് വഴിയും ലിങ്ക് ഇട്ടിട്ട്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങുകയും ചെയ്യാം. വലിയ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്, വലിയ റേറ്റും ഒന്നുമില്ല. 300 രൂപീസിന് താഴെ ഉള്ളൂ ഈ സംഭവം. ഈ 5 പ്രോഡക്ട്സിനും സ്റ്റീമറൊക്കെ ഒത്തിരി നല്ല കേട്ടോ. ഒത്തിരി ഞാൻ പേഴ്സണലി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇത്രയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി ഞാൻ ഇതുപോലുള്ള കുഞ്ഞു പ്രോഡക്ട്സും കാര്യങ്ങളും എൻ്റെ സ്വന്തമായ അഭിപ്രായവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാമല്ലോ. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.